ഹായ്, ഗോകുലത്തിന്റെ ജയസൂര്യ സിനിമ കത്തനാർ അതിന്റെ ട്രെയിലർ ഇന്ന് നമ്മൾ എല്ലാവരും കണ്ടു. സത്യം പറഞ്ഞാൽ ഞെട്ടിച്ചു കളഞ്ഞു ഒരു മലയാള സിനിമയാണോ ഇത് എന്ന് തോന്നിപ്പോകും. ആ രീതിയിലാണ് സിനിമയുടെ വിഷ്വൽ ക്വാളിറ്റി. ഗംഭീരമായിട്ടുള്ള ഒരു സാധനം. ജയസൂര്യ നായകനാവുന്ന സിനിമയിൽ നായികയായി വരുന്നത് അനുഷ്കയാണ്. അതുപോലെ തന്നെ പ്രഭുദേവ പ്രധാനപ്പെട്ട ഒരു വേഷം ഇതിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. പിന്നെ സിനിമയിലെ ഏറ്റവും വലിയ പ്രത്യേകത ലാലേട്ടന്റെ ഗസ്റ്റ് റോൾ. ചെറിയൊരു വേഷം ലാലേട്ടനും ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും ട്രെയിലർ ഗംഭീരമായിരിക്കുന്നു. ജയസൂര്യയുടെ അടുത്ത 100 കോടി ചിത്രമാവാൻ കത്തനാർ ഒരുങ്ങിക്കഴിഞ്ഞു. 2026 എന്ന വർഷം ജയസൂര്യയുടെ വർഷമായിട്ട് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 2026 ആദ്യ 100 കോടി ചിത്രമായത് ജയസൂര്യയുടെ ആട് 3 ആണ്. വലിയ പ്രതീക്ഷയോടെ എത്തിയ സിനിമ വമ്പൻ കളക്ഷനാണ് തിയേറ്ററുകളിൽ നിന്ന് നേടിയെടുത്തത്. 100 കോടിക്ക് മുകളിൽ സിനിമ ഇതുവരെ കളക്ഷൻ നേടിയെടുത്തിട്ടുണ്ട്. കൃത്യമായി പറഞ്ഞാൽ 111 കോടി. ഇപ്പോൾ കളക്ഷനിൽ ഇടിവ് വന്നിട്ടുണ്ടെങ്കിൽ സിനിമ 100 കോടി മറികടന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഇനി അടുത്ത റിലീസ് അത് കത്തനാരാണ്. കത്തനാർ 100 കോടി നേടും എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. വമ്പൻ റിലീസായിട്ടായിരിക്കും സിനിമ നമ്മൾക്ക് മുന്നിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് 100 കോടി നിസ്സാരമായി നേടിയെടുക്കാൻ സാധിക്കും. ഒരുപക്ഷെ 200-300 കോടി സിനിമ മറികടന്നു എന്നും വരും. എന്തായാലും കത്തനാർ എന്ന സിനിമയുടെ ട്രെയിലർ എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞിട്ടുണ്ട്. ഈ ട്രെയിലറിലൂടെ വമ്പൻ ഹൈപ്പാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. കത്തനാർ കൂടി 100 കോടി ക്ലബിൽ കയറുകയാണെങ്കിൽ മോഹൻലാലിന് ശേഷം 2 അടുപ്പിച്ചുള്ള 100 കോടി ചിത്രങ്ങൾ അത് ജയസൂര്യയുടെ പേരിലാവും. കത്തനാർ എന്ന സിനിമ 100 കോടി നേടിയാൽ 2 ജയസൂര്യ ചിത്രങ്ങൾ അടുപ്പിച്ച് 100 കോടി നേടുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടി അതിനുണ്ടാവും. കാരണം ആട് 3യും 100 കോടി നേടിയതാണ്. മോഹൻലാലാണ് അതിനു മുൻപ് ആ നേട്ടം സ്വന്തമാക്കിയത്. 2025 തുടരും, അതുപോലെ എമ്പുരാൻ. ഈ 2 സിനിമകളും 100 കോടിയല്ല 200 കോടിക്ക് മുകളിലാണ് കളക്ഷനായി നേടിയെടുത്തത്. എന്തായാലും ജയസൂര്യയുടെ ആട് 3 200 കോടി മറികടക്കില്ല എന്നുറപ്പാണ്. അതുകൊണ്ട് തന്നെ 2 100 കോടി ചിത്രങ്ങൾ ജയസൂര്യയുടെ ക്രെഡിറ്റിൽ ഉണ്ടാവും. അതും അടുപ്പിച്ചുള്ള 2 100 കോടി ചിത്രങ്ങൾ. ജയസൂര്യയുടെ കാലം കഴിഞ്ഞു, ജയസൂര്യ ആർക്കും വേണ്ട എന്ന് പറഞ്ഞവർക്കുള്ള കനത്ത തിരിച്ചടിയാണ് അദ്ദേഹം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വമ്പൻ ചിത്രങ്ങളുമായിട്ടാണ് ജയസൂര്യ വന്നിരിക്കുന്നത്. ഒന്ന് ആട് 3, ഇപ്പോൾ കത്തനാർ. ആട് 3 വിജയമായി, ഇനി കത്തനാർ അത് തിയേറ്ററുകളിൽ വലിയ വിജയമായി മാറും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല മറ്റുള്ള സംസ്ഥാനങ്ങളിലും കത്തനാർ എന്ന സിനിമ വലിയ വിജയമായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. വമ്പൻ കളക്ഷൻ സിനിമ നേടിയെടുക്കട്ടെ. കാരണം വലിയ ബഡ്ജറ്റിലാണ് സിനിമ വരുന്നത്. സാമ്പത്തിക നഷ്ടം ഇല്ലാതിരുന്നാൽ മാത്രമാണ് ഇനിയും വലിയ വലിയ സിനിമകൾ ഉണ്ടാക്കാൻ പ്രൊഡ്യൂസേഴ്സിന് ധൈര്യം ഉണ്ടാവുകയുള്ളൂ. എന്തായാലും എല്ലാം നല്ലതുപോലെ നടക്കട്ടെ. ജയസൂര്യ ഇപ്പോൾ മലയാള സിനിമയിലെ വലിയ താരമായി വളർന്നിരിക്കുന്നു. കാത്തിരിക്കാം കത്തനാർ എന്ന സിനിമയുടെ റിലീസിനായിട്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.